പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ദാ ഈ ഒരു മാസ്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് തുന്നണ്ട, അതുപോലെ തന്നെ തയ്യലൊന്നും ചെയ്യണ്ട, അല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് ഒരു മാസ്ക് ചെയ്തെടുക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മാസ്കാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ട് എങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം തന്നെ നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാസ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ടുള്ള മാസ്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേ ഒരു ട്രിക്ക് തന്നെ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. 10.5 ഇഞ്ചിൻ്റെ. അപ്പോൾ നമുക്ക് ഈ മാസ്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു 11 ഇഞ്ച് റൗണ്ട് വരണം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇതുപോലെ ഒന്ന് ഈ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു റൗണ്ട് വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ഇഞ്ചും കൂടി നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രണ്ടാമത് അടയാളപ്പെടുത്തിയേക്ക് കൂടിയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിതാ ഇതുപോലെ സെൻറ്റർ കണ്ട് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി സെൻറ്റർ കണക്കാക്കി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഫോൾഡ് ആയിട്ടുള്ള വശങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ഏകദേശമൊക്കെ ഒരു രീതി വരും കേട്ടോ. ത്രികോണം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കണ്ടു നോക്കാം. ഇതുപോലെ 4 പീസായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. അത് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഡ്രസ്സൊക്കെ, അതായത് ബീഡ്സൊക്കെ ഒട്ടിക്കുന്ന സൈസ് പശ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കുക ഒന്നുകിൽ. അതല്ല എങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണില്ലേ, അത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചുകൂടി, ഈ ഒരു പശയാണെങ്കിൽ നമുക്കിത് ഒട്ടി വരാൻ കുറച്ച് താമസം ഉണ്ടാകും. കാരണം നമ്മളിത് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നമ്മളൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് വരും. പക്ഷേ ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് സ്റ്റിക്കായി കിട്ടും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഈ ഒരു പശ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പശ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ഗൺ കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുത്താൽ പോരാ, നന്നായിട്ട് തന്നെ നമുക്ക് ഒരു പിശുക്കും ഇല്ലാണ്ട് തന്നെ പശ നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ ഉള്ളതുകൊണ്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പീസ് ഞാൻ ഓൾറെഡി ചെയ്തു. ഇനി ഞാൻ രണ്ടാമത്തെ പീസ് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ വരച്ചിരിക്കുന്ന ആ ഒരു കർവ് പോലെ വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പശ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുത്ത പീസ് വെച്ച് ഇതുപോലെ ഒട്ടിക്കുവാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വശം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 എണ്ണം അതുപോലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടിച്ച ഭാഗത്ത് കുറച്ചിടം ഒന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ടാമത് ഒന്നുകൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര എന്ത് കാണിച്ച് വലിച്ചാലും ഈ സംഭവം വിട്ടുപോരില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തുണിയിലും കൂടി ആയ കാരണം. അപ്പോൾ നമ്മൾ രണ്ടും എടുത്തു. ഇനി നമ്മളിത് നല്ല വശം ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കണം. അപ്പോൾ ഞാൻ നല്ല വശം ഒന്ന് മറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളിതിന് ചുറ്റും നമ്മൾ ഒട്ടിച്ചെടുക്കണം. ചുറ്റും ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. കാരണം ഇത് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം പുറത്തേക്ക് മറിച്ച് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് വേഗം ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരല്പം വിട്ടതിന് ശേഷം നമുക്കിതുപോലെ പുറത്തേക്ക് മറിച്ചെടുക്കാം. നല്ല വശം നമ്മൾ ഇങ്ങനെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ കോണൊക്കെ കറക്റ്റായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നിവർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് മറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എലാസ്റ്റിക് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കോൺ പോലെ ഈ ഒരു വശത്താണ് നമ്മൾ എലാസ്റ്റിക് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ വശം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ആക്കിയതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഓപ്പൺ ആക്കി വെച്ചില്ല, അതായത് 1 ഇഞ്ച് വിട്ടിട്ടല്ലേ നമ്മൾ ബാക്കിയുള്ളത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം കൂടി നമ്മളിതാ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഗ്ലൂ കൊണ്ട് ഒന്നുകൂടി ഒട്ടിച്ച് അതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ തുണി ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക അടിയിലേക്ക്. എന്നിട്ട് നമുക്കിതുപോലെ പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാസ്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എലാസ്റ്റിക് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എലാസ്റ്റിക് പിടിപ്പിക്കാനായിട്ട് എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 ഇഞ്ച് നീളമുള്ളൊരു എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആദ്യമേ ഗ്ലൂ ഗണ്ണ് ആദ്യം അങ്ങ് തേച്ച് കൊടുത്തു. പക്ഷെ അത് ചെയ്യേണ്ടത് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ആദ്യം ആ എലാസ്റ്റിക് ഒന്ന് ഒട്ടിച്ചിട്ട് എലാസ്റ്റിക് വെച്ചിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എലാസ്റ്റിക് ഇതിനകത്തേക്ക് കയറാൻ ഒരു രക്ഷയില്ല. ഞാൻ പഠിച്ച പണി 18 നോക്കി എന്നൊക്കെ പറയാലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കി, ഒരു രക്ഷയില്ലായിരുന്നു. ആ സംഭവം വിട്ടുപോകാത്തേ ഇല്ലായിരുന്നു. ഒന്നോടെ തുറന്നിട്ടൊന്ന് ഒട്ടിക്കാന്ന് വെച്ചിട്ട് അതും നടന്നില്ല. അപ്പം ഞാൻ ഓർക്കുകയത് ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു ശക്തിയെ കാരണം അത്രയും പോലെ വലിച്ചിട്ട് ഒന്നും ആ സംഭവം വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ഇതുപോലെ എലാസ്റ്റിക് അങ്ങ് കയറ്റി വെച്ചിട്ട് പശ വെച്ച് അങ്ങ് ഒട്ടിച്ചു. അങ്ങനെ വെച്ചപ്പോൾ ശരിക്കും പിന്നെ അങ്ങ് ഒപ്പിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വശം അങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം എലാസ്റ്റിക് തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ആദ്യമേ. അതിനുശേഷം എലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മാസ്കിൻ്റെ തുമ്പ ഇതുപോലെ മടക്കി വെക്കുക. ഇപ്പം മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളിതിന് സ്റ്റിക്ക് വെച്ച് ഒട്ടിക്കുക എന്നുള്ളൂ. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കും. നമുക്ക് ഈ എലാസ്റ്റിക് പിന്നീട് ഒട്ടിക്കാനൊന്നും പോകേണ്ട വരത്തില്ല. അപ്പോൾ ഇതാണ് ശരിക്കുള്ള മെത്തേഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള റോസ് ഫ്ലവർ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പശ വെച്ച് തന്നെ നമുക്കങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ആ കാണിച്ച പശ വെച്ചിട്ടും ചെയ്യാം. പശയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ക്രിസ്റ്റൽ പരുവത്തിനായി വരിക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ സെയിം രീതിയിൽ ചെയ്തെടുക്കാം. ഒട്ടും വിട്ടുപോരുന്നൊന്നും പേടിക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.